എൻ്റെ പേര് മിനി മേരി പ്രകാശ്. ഞാൻ തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനാണ്. ഈ അടുത്ത സമയത്ത് ഒരു പേഷ്യൻ്റ് വന്ന് ചോദിച്ച ഒന്നാണ് സീഡ് സൈക്ലിംഗ് എന്താണ്, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നത്. സീഡ് സൈക്ലിംഗ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ ചെയ്യുന്ന ഒന്നാണ്. ഈ സീഡ് സൈക്ലിംഗ് എവിഡൻസ് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് അല്ല എന്ന് വേണം പറയുവാൻ. പക്ഷേ ഇനിയും കൂടുതൽ പഠനങ്ങൾ ഇതിനെപ്പറ്റി നടത്തേണ്ടതായിട്ടിരിക്കുന്നു. കുറച്ച് പഠനങ്ങൾ മാത്രമേ ഇതിനെപ്പറ്റിയുള്ളൂ. കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട ഒരു മേഖലയാണ് സീഡ് സൈക്ലിംഗ് എന്നത്. സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമില്ല എന്ന് തന്നെ പറയുവാൻ. കാരണം സീഡ്സ് വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ്. സീഡ് സൈക്ലിങ്ങിൽ ഇത് മെയിനായിട്ടും സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് ആർത്തവ പ്രശ്നങ്ങളുള്ളവർക്ക്, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ളവർക്ക്, PCOD അല്ലെങ്കിൽ PCOS ഉള്ളവർക്ക്, അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സീഡ് സൈക്ലിംഗ് നല്ലതാണ്. ഡയബറ്റിസ് ടൈപ്പ് 1 അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് ഇതൊക്കെ ഉള്ളവർക്ക് സീഡ് സൈക്ലിംഗ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്നത് കൂടുതൽ നമ്മൾ പഠനം നടത്തേണ്ട ഒന്ന് തന്നെയാണ്. ആർത്തവ ചക്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഫേസാണ് ഉള്ളത്. ഒന്ന് ആദ്യത്തെ ഫേസ് ഫോളിക്കുലർ ഫേസും, രണ്ടാമത്തെ ലൂട്ടിയൽ ഫേസും. ആദ്യത്തെ ഫേസിൽ ഈസ്ട്രജൻ്റെ ലെവലാണ് ശരീരത്തിൽ കൂടുന്നത്, രണ്ടാമത്തെ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവലാണ് കൂടുന്നത്. ആദ്യത്തെ ഫേസിൽ ഈ സീഡ് സൈക്ലിങ്ങിൽ പറയുന്നത് പ്രത്യേകിച്ച് ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ സീഡ്സ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ പംകിൻ സീഡും മത്തങ്ങയുടെ വിത്തും, ഈ 2 സീഡുകളും ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിട്ടുണ്ട്. അത് പഠനങ്ങൾ തെളിയിച്ചതാണ്. ഈ ഫൈറ്റോ ഈസ്ട്രജൻസും ആയ ലിഗ്നൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് ആദ്യത്തെ 14 ദിവസങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പം ഈസ്ട്രജൻ്റെ ലെവല് നമ്മൾ നോർമലൈസ് ചെയ്യാനും ഹോർമോണൽ ഇംബാലൻസ് തടയുവാനും സഹായിക്കും. രണ്ടാമത്തെ സൈക്കിൾ ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള ദിവസത്തിനെയാണ് നമ്മൾ ഫോളിക്കുലർ ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫേസ് 15 മുതൽ 28 ദിവസം വരെയുള്ള സമയം. ഈ സമയം ലൂട്ടിയൽ ഫേസ്. ഈ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂട്ടുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ എള്ള്, സെസേമി സീഡ്സ്, ഈ 2 സീഡ്സും വൈറ്റമിൻ ഇയും സിങ്കും സെലീനിയും ഒക്കെ നന്നായിട്ടുണ്ട്. ഈ സൺഫ്ലവർ സീഡ്സ് തന്നെ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്രസിനകത്ത് രക്തയോട്ടമൊക്കെ കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഫേസിൽ പ്രൊജസ്ട്രോൺ കൂടുന്നതിൻ്റെ കാരണം ആദ്യ ഫേസിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഗർഭധാരണം പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർ പ്രഗ്നൻ്റ് ആകുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫേസിൽ, അതായത് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ നന്നായിട്ട് കൂടിയാലേ യൂട്രസിന് തിക്നെസ് ഉണ്ടാകത്തുള്ളൂ. ഈ സമയം ഈ സീഡ്സ് ചെല്ലുകയാണെങ്കിൽ യൂട്രസിന് തിക്നെസ് കൂടുന്നതും രക്തയോട്ടം കൂടുന്നതായിട്ടും കാണുന്നു. തന്മൂലം ഈ ആദ്യത്തെ ഫേസിൽ ഫ്ലാക്സ് സീഡും പംകിൻ സീഡ്സും, രണ്ടാമത്തെ ഫേസിൽ എള്ളും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്സും 1-2 സ്പൂണ് കഴിക്കുവാണെങ്കിൽ ഗുണമുള്ളതായിട്ട് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പറയുന്നു. അതുപോലെ തന്നെ കുറച്ച് പഠനങ്ങൾ മാത്രമേ ഉള്ളൂ, ചില പഠനങ്ങൾ പറയുന്നു. ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം എന്നതിനെ പറ്റിയാണ് കൂടുതൽ റിസർച്ച് നടത്തേണ്ടതായിട്ട് ഉള്ളത്. പക്ഷേ ഈ സീഡ്സ് എന്നാലും പലരും ചോദിക്കാം, ഈ സീഡ്സ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഈ സീഡ്സ് ഇങ്ങനത്തെ സീഡ് തെറാപ്പി ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് വേണം പറയുവാൻ. കാരണം സീഡ്സിനകത്ത് ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ട ഘടകങ്ങളുണ്ട്, അതിന് ഫൈറ്റോ ഈസ്ട്രജൻസ് ഉണ്ട്, സ്ട്രോക്ക് വരാൻ തടയുന്ന ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളുള്ളതുകൊണ്ട് സീഡ് തെറാപ്പി പ്രത്യേകിച്ച് ആകാൻ ആഗ്രഹിക്കുന്നവർ, ആർത്തവത്തിൻ്റെ ക്രമക്കേടുകളുള്ളവർ, അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ, പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, ഇൻഫെർട്ടിലിറ്റിക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, IVF മുതലായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് വേണം പറയുവാൻ.